എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 1 kg വെയിറ്റ് വരുന്ന ഒരു ബൂസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് മൈദ ഒന്ന് തയ്യാറാക്കി വെക്കാം. 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം. 2-3 തവണ അരച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അത് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം ബീറ്റർ വെച്ചിട്ട്. ഒന്ന് പതിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളറെല്ലാം മാറി മഞ്ഞ കളർ മാറി ആ വെള്ള കളർ വന്ന് നല്ല പോലെ ക്വാണ്ടിറ്റിയിൽ അത് കിട്ടും. ആ രീതിയിലേക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മൈദയുടെ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കിട്ടൂല. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം സ്പാച്ചുല ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ബാക്കി മുഴുവൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഒന്ന് ടാപ്പൂടെ ചെയ്ത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് മാത്രം മതി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് സിറപ്പ് തയ്യാറാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ആറിച്ചെടുത്താൽ മതി. തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കേക്കിലേക്ക് ഉപയോഗിക്കാം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേക്ക്. ഈ കേക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എടുത്തിരിക്കുന്ന പാത്രവും നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബീറ്ററിൻ്റെ ബ്ലേഡും നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നല്ല സ്റ്റിഫായിട്ട് ഇത് കിട്ടുകയുള്ളൂ. ഇനി ഇത് ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കമത്തി വെച്ച താഴെ വരിയില്ലാത്ത പരുവത്തിൽ നമുക്ക് എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യത്തെ ലെയർ വെച്ച് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിറപ്പാണ് കേട്ടോ ഇത്. ഇനി ആദ്യത്തെ ലെയർ ക്രീമും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഫില്ലിംഗ് ആയിട്ടുള്ള ബൂസ്റ്റ് അത് ആവശ്യത്തിലധികം അങ്ങ് ഇട്ട് കൊടുത്തേക്കുക. നല്ലപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ട് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ 3 ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഫൈനൽ കോട്ടൂടെ ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് ചെയ്തെടുക്കേണ്ടതുണ്ട്.
ഇപ്പോൾ ഫൈനൽ കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആദ്യം ഇതിന് മുകളിലേക്ക് കുറച്ച് മാറ്റിയായിട്ട് ചെറിയൊരു വൃത്താകൃതിയിൽ ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. ഇനി വട്ടത്തിനുള്ള ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടയാളപ്പെടുത്തി വെച്ചാലും മതി. ഞാനിങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ആ അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്നും താഴേക്ക് വിട്ടായിട്ട് നീളം കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള രീതിയിൽ ഓരോ വര വരച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ വശത്തും ഇങ്ങനെ കുറച്ച് അകലത്തിൽ വര വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിട്ട് കുറച്ച് മൊട്ട് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും നിറയെ തന്നെ വെച്ച് കൊടുക്കണം, എല്ലാ വരകളിലും വെച്ച് കൊടുക്കണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലായിടത്തും മുട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ലൈൻ വരച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് വെക്കാനായിട്ട് പല കളറിന് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഇടവിട്ട് പല കളറിലായിട്ട് അങ്ങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഓരോ പൂക്കളുടെ ഇടയിലേക്കും ഓരോ ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ വശത്തായിട്ട് ഒരു ചെറിയ ബോർഡർ പോലെ ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. വെറുതെ ഒന്ന് വരച്ചങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെക്കറേഷൻ. ഇനി ഇതിലേക്ക് നമ്മൾ പേര് വെച്ച് കൊടുക്കുകയാണ്. അത് ചോക്ലേറ്റിൻ്റെ മോൾഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 3 പേരുണ്ട്. 3 പേരും താഴെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ഡിസൈന്. ഇനി ഒത്തിരി നാളെ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഈ മെഷീൻ ഉപയോഗിച്ചതിൻ്റെ വെയിറ്റും കൂടെ ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി. 1 kg ഉണ്ട്. 1 kgയുടെ ആണെങ്കിലും ഇത്രയാണ് നമ്മുടെ വെയിറ്റ് വന്നിരിക്കുന്നത്. 229 ഗ്രാം, കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഒന്നും സാരമില്ല, നമ്മൾ 1 kg ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ബൂസ്റ്റ് കേക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.